നമസ്കാരം. ഹൈന്ദവ ഘോഷയാത്രയ്ക്ക് നേരെ തുപ്പി എന്ന കേസിൽ 151 ദിവസത്തിനു ശേഷം മുസ്ലിം കൗമാരക്കാർക്ക് ജാമ്യം. തെളിവുകളുടെ അഭാവത്തിൽ മധ്യപ്രദേശ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഉജ്ജയിനിലെ ബാബ മഹാകാളി ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിലേക്ക് സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് മുസ്ലിം കൗമാരക്കാർ തുപ്പിയെന്നാരോപിച്ചാണ് കേസെടുത്തത്. ഈ സംഭവത്തെ തുടർന്ന് കൗമാരക്കാർ താമസിച്ചിരുന്ന വീട് അനധികൃത നിർമ്മാണം ആരോപിച്ച് നഗരസഭാ അധികൃതർ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാന്റെ ഉത്തരവിലായിരുന്നു നടപടി. വേണ്ടത്ര തെളിവുകളില്ല എന്ന് കോടതി കണ്ടെത്തുമ്പോൾ കേസ് വ്യാജമായിരുന്നുവെന്ന കാര്യമാണ് തെളിയുന്നത്. കേസിൽ ഉൾപ്പെട്ട 18-കാരനെ 151 ദിവസം ജയിലിൽ അടച്ച ശേഷം നിരപരാധി എന്ന് കണ്ട് ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രായപൂർത്തിയാകാത്ത മറ്റു 2 പേരെ 3 മാസത്തെ തടവിന് ശേഷം ജാമ്യത്തിൽ വിട്ടിരുന്നു. 2023 ജൂലൈ 17-നാണ് കള്ളക്കേസിനാസ്പദമായ സംഭവം. ഉജ്ജയിനിൽ അഷ്റഫ് ഹുസൈൻ മൻസൂരിയുടെ 18ഉം 15ഉം പ്രായമായ കുട്ടികളും ഇവരുടെ സുഹൃത്തായ 15-കാരനും കെട്ടിടത്തിന് മുകളിൽ നിന്ന് ബാബ മഹാകാളി ഉത്സവ ഘോഷയാത്രയ്ക്ക് നേരെ തുപ്പിയെന്നായിരുന്നു കേസ്. അന്ന് തന്നെ പോലീസ് 3 പേരെയും അറസ്റ്റ് ചെയ്തു. ജൂലൈ 19-ന് മൻസൂരിയുടെ ഉടമസ്ഥതയിലുള്ള വീടടങ്ങുന്ന 3 നില കെട്ടിടം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. ഇതോടെ 3 കുടുംബങ്ങളിലെ 12ഓളം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും തെരുവിലായി. ശിവനെ അപമാനിക്കുന്നവർ ശിവതാണ്ഡവം നേരിടാനും തയ്യാറാകണം എന്നാണ് മധ്യപ്രദേശ് BJP വക്താവ് ആശിഷ് അഗർവാൾ അന്ന് പറഞ്ഞത്. കുട്ടികൾ ഘോഷയാത്രയ്ക്ക് നേരെ തുപ്പിയെന്ന് ആരോപിച്ച് പോലീസ് ഹാജരാക്കിയത് കള്ളസാക്ഷികളെയായിരുന്നു. പോലീസ് നിർബന്ധിച്ചാണ് തങ്ങളെ FIRൽ ഒപ്പിടിപ്പിച്ചതെന്നും അതിന്റെ ഉള്ളടക്കം അറിയില്ലെന്നും കൂറുമാറിയ പരാതിക്കാരനും സാക്ഷികളും കോടതിയിൽ മൊഴി നൽകി. കേസിൽ തെളിവുകളൊന്നും ഹാജരാക്കാനും പോലീസിന് കഴിഞ്ഞില്ല. ഇതോടെ കേസിലെ പ്രായപൂർത്തിയായ ഏകപ്രതി അഷ്റഫ് ഹുസൈന്റെ മകൻ അദ്നാൻ മൻസൂരിക്ക് 151 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം കോടതി ജാമ്യം നൽകിയായിരുന്നു. മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് അനിൽ വർമ്മയുടെ സിംഗിൾ ബെഞ്ചാണ് ജാമ്യം നൽകിയത്. സംഭവ സ്ഥലത്ത് നിന്ന് 55 കിലോമീറ്റർ അകലെ താമസിക്കുന്ന ജാവൻ ലോത്ത് എന്നയാളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് എന്നതാണ് വിചിത്രം. എന്നാൽ 5 മാസത്തിന് ശേഷം 2023 ഡിസംബർ 15-ന് പരാതിക്കാരനായ സാവൻ ലോത്തും സുഹൃത്തും സാക്ഷിയുമായ അജയ് ഖദറിയും മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ചിന് മുമ്പാകെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് കൂറുമാറി. പ്രതികളെ തിരിച്ചറിയുന്നില്ലെന്നും അവർ തുപ്പിയത് കണ്ടില്ലെന്നും പരാതിക്കാരനായ സാവൻ കോടതിയിൽ പറഞ്ഞു. പരാതിയിൽ പോലീസാണ് ഒപ്പിടാൻ ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഒരിക്കലും തന്റെ മൊഴി എടുത്തിട്ടില്ലെന്നും സംഭവ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ 1-ാം നിലയിൽ വിളിപ്പിച്ച് ചില പേപ്പറുകളിൽ ഒപ്പിടാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നും കേസിലെ ദൃക്സാക്ഷി അജയ് ഖദറി പറഞ്ഞു. IPC സെക്ഷൻ 285A മതങ്ങളെയോ മതവിശ്വാസങ്ങളെയോ അവഹേളിക്കുന്നത് വഴി ഏതെങ്കിലും സമുദായത്തിന്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്താൻ മനഃപൂർവ്വമായ ശ്രമം. 153A മതം, വംശം, ജന്മനാട് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ തുടങ്ങിയ 5 വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസ്. ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷൻ ഉപരോധമടക്കം അരങ്ങേറുകയും ചെയ്തു. കള്ളക്കേസിന്റെ പേരിൽ കുട്ടികളെ ജയിലിൽ അടച്ചുവെന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന വീട് കൂടി ഇടിച്ചു നിരത്തി എന്നതാണ് അഷ്റഫ് ഹുസൈൻ മൻസൂരിയും കുടുംബവും നേരിട്ട ദുര്യോഗം. ഇവരിപ്പോൾ വാടക വീട്ടിലാണ് താമസം. 3 നില വീടിന്റെ താഴത്തെ നിലയിൽ ഉണ്ടായിരുന്ന കട അറ്റകുറ്റപ്പണി നടത്തി തുറന്നത് മാത്രമാണ് മൻസൂരിക്ക് ആശ്വാസം. വീട് ഇനിയും വീണ്ടും പണിയാനുള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല കുടുംബം. എന്തായാലും കുട്ടികളെ തിരിച്ചു കിട്ടിയല്ലോ എന്നതാണ് ഇവരുടെ ആകെ സന്തോഷം. കേസെടുത്തവർക്കെതിരെ നിയമ നടപടിക്ക് പോകാൻ ത്രാണിയുമില്ല, താല്പര്യവുമില്ല ഈ കുടുംബത്തിന്. അതൊരു ദുരന്ത അധ്യായമായി കണ്ട് ഈ കുടുംബം മറക്കും. അതല്ലാതെ വേറെ വഴിയില്ല.